പാവപ്പെട്ട ഓട്ടോറിക്ഷ, അയാൾക്ക് ഇന്ന് ചിലപ്പോ പെർമിറ്റ് അല്ലെ ടെസ്റ്റിന് കയറ്റാണ്, അവനെ കിട്ടിയിട്ടില്ല. ഇന്ന് BMW മേടിച്ച്, ഇന്ന് രാവിലെ ഞാൻ മേടിച്ചു, വൈകുന്നേരം RC കിട്ടി കാണും അതിന്റെ അടുത്തായിട്ട്. 3 ദിവസം പിടിക്കുമല്ലോ. ഓട്ടോറിക്ഷ വരെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വേണ്ടപ്പെട്ട ആളല്ലേ. CMന്റെ ഓഫീസിൽ നിന്ന് CMന്റെ PA വിളിച്ചപ്പോ CMന്റെ മാത്രമല്ല പല പല ആൾക്കാർ, ഉന്നത ഇതിലുള്ള ആൾക്കാരൊക്കെ വരുമ്പോ എടുത്തു തന്നെ പറഞ്ഞു. അവിടെ കൊണ്ട് കാര്യമില്ല, പരിചയമുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു, നിങ്ങളോടും പറഞ്ഞു പ്രശ്നം ഉണ്ടാവും. അവർക്കും അറിയാം. ഇത് എന്താ സംഭവം എന്നറിയാം. ഇനിയിപ്പോ ഈ കമ്പനിയെ കളഞ്ഞിട്ട് വേറെ കമ്പനിക്ക് കൊടുക്കാനാണെന്ന് അറിയാൻ പാടില്ല. സ്റ്റാറ്റസ് അറിയാൻ പറ്റില്ല, ഫയലിന്റെ മൂവ്മെന്റ്. അപ്പൊ നമ്മൾ ആദ്യം ഫിനാൻസിൽ പോവും, പിന്നെ അവിടെ നിന്ന് ഗണേഷ് കുമാറിന്റെ ടേബിളിൽ പോവും, പിന്നെ CMന്റെ ടേബിളിൽ പോവും, CMന്റെ ടേബിളിൽ നിന്ന് വേറെ PAയുടെ അടുത്തേക്ക് പോവും, പിന്നെ അവിടെ നിന്ന് ഫിനാൻസ് സെക്രട്ടറിയുടെ അടുത്തേക്ക് പോവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെക്ഷനിലെ ഒരാളുടെ അടുത്ത് തന്നെ ഈ ഫയൽ അങ്ങോട്ടും. പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നലെ വണ്ടി രജിസ്റ്റർ ചെയ്തവനില്ലേ, നാളെ RC കിട്ടി. അത്രയും പെൻഡിങ് ഉള്ളത് എത്ര ഞങ്ങൾ ഓഫീസ് അടയ്ക്കാൻ പോകുന്നു. 5 മണിക്ക് അടയ്ക്കും ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്. ഒരു 3:45 4 മണിയായപ്പോ വിളിച്ചേക്ക് ഞാൻ CMന്റെ PA ആണ്. ഞാൻ എടുത്ത കോൾ അറ്റൻഡ് ചെയ്തത്. കാരണം ഞങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ ഞങ്ങൾക്ക് റൊട്ടേഷൻ ഉണ്ട്. അപ്പൊ വിളിച്ചപ്പോ ഞാൻ വേഗം മാഡത്തിന് ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ ഫ്രണ്ട് ഓഫീസിലെ മാഡം ഫ്രണ്ട് ഓഫീസിലെ കാര്യം അപ്പൊ ആ മാഡത്തിന് കൊടുത്തു. കാരണം അവരാണ് സംസാരിക്കേണ്ടത്. ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് CMന്റെ ഓഫീസിനാണെന്ന് ഇതില്ല. അപ്പോൾ തന്നെ നമ്മുടെ DTC ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞു CMന്റെ ഓഫീസിനാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഒന്നുമില്ല, അത് ഫേക്ക് ആണോ ഒന്നും നോക്കില്ല. അപ്പൊ തന്നെ അവര് വിളിച്ച് എടുത്തു കൊടുത്തു. പിന്നെ വീട്ടിലല്ല, അവിടെ ഓഫീസിൽ. അതായത് ഒരു ന്യൂസ് ഒന്നുമില്ല, മറ്റേ ഒരു ദൂതൻ ഇങ്ങനെ RC ആയിട്ട് വരുന്നു ഞങ്ങളാണ് കമ്പനി ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ കാശ്. അയാൾക്ക് RC കിട്ടിയ വണ്ടി നമ്പർ ഓർമ്മയില്ല. അപ്പൊ ഈ അവിടെ വേറൊരു സൂപ്രണ്ട് എടുത്തില്ലേ, എന്റെ പേർക്ക് പരാതി കൊടുത്തത് മറ്റേ ലേഡിയല്ലേ, ഹെഡ് അക്കൗണ്ടന്റ്. ഹെഡ് ക്ലർക്ക്. ഹെഡ് ക്ലർക്ക് അതല്ലല്ലോ, സ്റ്റാഫാണ് അവിടെ മാനേജ് ചെയ്യുക. അവിടുത്തെ ചാർജ് എന്നുള്ള MBA ആണ്. MBAയുടെ പേര് സ്മിത. ഓ, സ്മിതക്കാണ് ചാർജ്. അന്നവിടെ ഉണ്ടായല്ലോ. അന്നവിടെ ഉണ്ടായിരുന്നു. പരാതി കൊടുക്കുമ്പോഴല്ലേ അന്നുണ്ടായിരുന്നു. അന്ന് വന്നായിരുന്നല്ലോ അവിടെ. ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ വന്നില്ല. ആ ഫ്രണ്ട് ഓഫീസിൽ വന്നായിരുന്നു. സ്റ്റേഷനിൽ വന്നെന്ന് പറയുമ്പോ ഇരുന്ന് ഹെഡ് വർക്ക് ഇല്ലേ, അവരെ കൊണ്ടാ പരാതി കൊടുപ്പിച്ചത്. അവരുണ്ടായിരുന്നു സ്റ്റേഷനിൽ. അല്ല, അവര് അന്ന് പ്രിന്റിംഗ് യൂണിറ്റിലും ഉണ്ടായിരുന്നു. രണ്ടുപേരും പ്രിന്റിംഗ് യൂണിറ്റിലുണ്ടായിരുന്നു. ഹെഡ് ക്ലർക്ക് ഉണ്ടായിരുന്നു, ഇൻചാർജും ഉണ്ടായിരുന്നു, ആളും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇവരെ കൊണ്ട് കൊടുപ്പിച്ചത്. കാര്യം പുള്ളിക്കാരുടെ അടുത്താണല്ലോ ചെന്നത്, ഫ്രണ്ട് ഓഫീസിനാണല്ലോ ചെന്നത്. അപ്പൊ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പറഞ്ഞ് RTO വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു കേസോട്. എന്നോട് പറഞ്ഞായിരുന്നു ഹെഡ് ക്ലർക്ക് വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല കൊടുത്തു എന്ന് പറഞ്ഞു. പരാതി കൊടുക്കാൻ പറഞ്ഞു. അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടാണ് പരാതി എന്റെ പേര് കൊടുപ്പിച്ചേക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും നമ്മളില്ല തിരിച്ചുള്ളത്. ഇങ്ങനത്തെ സ്ഥലത്ത് ജോലി എടുത്തിട്ടും കാര്യമില്ലല്ലോ. ശമ്പളം തരത്ത് തട്ടിക്കൂട്ട് ജോലി ഞാനില്ല. ഇനി വേണ്ട, ഇനി ഇല്ലല്ലോ. ഞങ്ങൾക്ക് എന്തൊക്കെ ഓഫർ വന്നാലും നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോ തന്നെ അവര് പറഞ്ഞവിടെ ഇനിയിപ്പോ ജെനുവിനായുള്ളവരും എടുക്കും. ഞങ്ങൾക്ക് എന്നാലും പറഞ്ഞ ആരും നമ്മുടെ കൂടെ ഒന്നില്ല. നിന്ന ഒരാളും ഇപ്പൊ ഉണ്ട്. അപ്പൊ അതെന്താ നമ്മള് കാര്യങ്ങൾ തുറന്നു പോകണം. എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അവരോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങളുടെ മുതലാളിക്ക് ഞങ്ങളോട് പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കാനല്ലേ. അപ്പൊ അനന്തകൃഷ്ണനാണ് അതിന്റെ പുറകിലുള്ള പണി. അതായത് ഈ ഹെഡ് ക്ലർക്ക് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം. അതായത് ഈ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ വന്നില്ലേ. അപ്പൊ ആദ്യം വന്നപ്പോ ഞാൻ വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോ എന്റെ പേരിൽ ഫോട്ടോ എടുത്തതോ? അതിനകത്തോടത്തന്നെ ഇറങ്ങി വന്ന് ഫോട്ടോ എടുത്തായിരുന്നില്ല. നമ്മുടെ സ്റ്റാഫിനെ ആരും പുറത്തിറക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും മീഡിയ ക്യാമറ പറഞ്ഞായിരുന്നു. ആരോട്? ഞങ്ങളുടെ സ്റ്റാഫ്. നിങ്ങള് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ കൊണ്ടായിരിക്കും ഘടിപ്പിച്ചത്. സാധാരണ ഈ ന്യൂസ്, പോലീസ്, വിജിലൻസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴേ ഞങ്ങളെ മാറ്റിക്കളയും. ഞങ്ങൾ ഇറക്കത്തില്ല പുറത്ത്.
ഒരാളോട് ഇതിനെപ്പറ്റി പുറത്തു പറയാതെന്നാ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇത് ഇല്ലീഗൽ ആയിട്ട് നടക്കുന്നതല്ലേ. ഇടനിലക്കാരനുണ്ടല്ലോ ഈ കമ്പനി. അപ്പൊ അവർക്ക് പ്രശ്നം വരാതിരിക്കാനും ഞങ്ങൾ ഇത് ഒന്നിനും ഇടപെടിപ്പിക്കത്തില്ല, മാറ്റിക്കളയും. ഞങ്ങൾ അടച്ചിട്ട് പൂട്ടിക്കളയും. 1 മണിയായാലും ഞങ്ങൾ വിടത്തില്ല ചോറ് ഭക്ഷണം കഴിക്കാൻ. എന്തെങ്കിലും ന്യൂസാ വിജിലൻസാ, കാര്യം ഇതൊരു മെയിൻ ഇതാണല്ലോ ഇമ്മീഡിയറ്റ്. അപ്പൊ പ്രിന്റിംഗ് യൂണിറ്റ് ഈ പ്രിന്റിംഗ് നടക്കുന്ന ഇതിനകത്തോട്ട് അവരാരും കേട്ടില്ല. ഞങ്ങളെ പുറത്താലും വന്ന് ഞങ്ങൾ ഇറക്കാവില്ല, പൂട്ടിക്കളയും. ഈ ഇൻചാർജ് ഈ സ്മിത എന്ന് പറയുന്ന ആള്, സ്മിത MBA ആണ്. സ്മിതയാണ് ഇതിന്റെ പുറകിൽ. പുള്ളിക്കാണ് അവിടെ ചാർജ്. അവരാണ് കൂട്ടുന്നത്. അവരാണ് ഇതിന്റെ മെയിൻ ചാർജ്. അവരാണ് കൂട്ടിക്കളയുന്നത്. അവരിറക്കത്തില്ല. പുള്ളിക്കാരിയുടെ തീരുമാനമാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത്. വർക്കൊക്കെ അവരാണല്ലോ അസൈൻ ചെയ്ത് തരുന്നത്. അത് ശരി, വലിയ തട്ടിക്കൂട്ടാണ്. പിന്നെ കമ്പനിയുടെ ഉത്തരവാദിത്തം സ്റ്റാഫിനെ കൊടുക്കുക, സിസ്റ്റം കൊടുക്കുക, പ്രിന്റർ കൊടുക്കുക. ബാക്കി വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം MBD ക്ലർക്കന്മാരാണ്. അവർ ചെയ്യുന്നത് ഞങ്ങൾ അസിസ്റ്റ് ചെയ്യുക, അതാണ് പണി. അപ്പൊ ഞങ്ങളുടെ ഉത്തരവാദിത്വം, ഞങ്ങൾ ആരുടെ ഓർഡർ കേൾക്കേണ്ടതെന്ന് വെച്ചാൽ സ്മിതയുടെ ഓർഡറാണ് ഞങ്ങൾ കേൾക്കേണ്ടത്, MBAയുടെ. പക്ഷെ ഇപ്പൊ എന്റെ പേർക്ക് പരാതി കൊടുത്ത സ്മിത അല്ലല്ലോ, സ്മിതയല്ല, ഹെഡ് ക്ലർക്കാണ്. ഹെഡ് ക്ലർക്ക്. അപ്പൊ ഹെഡ് ക്ലർക്കിനാണ് ഇപ്പൊ അവിടുത്തെ ചുമതല? അല്ല, ഹെഡ് ക്ലർക്കിനല്ല, സ്മിതക്കാണ് അവിടുത്തെ ചുമതല. MBA ആണല്ലോ, ഹെഡ് ക്ലർക്ക് അല്ലല്ലോ. ഫ്രണ്ട് ഓഫീസിലായിരുന്നു ഹെഡ് ക്ലർക്ക്. അവിടെ 12 സ്റ്റാഫ് ഉണ്ടായി ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം. ഞങ്ങൾക്ക് അവരുടെ ഹെഡിൽ അവരുടെ കീഴിൽ 3 IT സ്റ്റാഫ് ഞങ്ങളെ പോലെ ഉള്ളവരുണ്ടാവും. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിന്റെ എല്ലാത്തിനും ഹെഡായിട്ട് നിന്നത് ഈ ഹെഡ് ക്ലർക്കാണ്. അപ്പൊ അവരാണ് ഫ്രണ്ട് ഓഫീസിൽ ഇരുന്നത്. ബാക്കിയുള്ള സ്റ്റാഫുകളും അകത്ത്, ബാക്കി 12 സ്റ്റാഫുകളും അകത്ത്. ഇതിന്റെ ഓൾ ഇൻ ഓൾ ചാർജ് ആണ് MBA ആണ് എല്ലാം അസൈൻ ചെയ്ത് തരുന്നത്. ഒരാൾ ഇത്രയും ഇത്ര ആർട്ട് ഓഫീസ് ഒരാളുടെ കീഴിൽ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് 81 ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. ഈ 12 MBD സ്റ്റാഫുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിന്റെ കീഴിൽ ഞങ്ങൾ 3 പേരെ ഇരുത്തും, 3 IT സ്റ്റാഫിനെ ഇരുത്തും. ഇതിന്റെ ക്വാളിറ്റി ചെക്ക്, അതിന്റെ സോർട്ടിങ്ങും അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ 3 പേര് വെച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിന്റെ കീഴിലെടുത്തു. ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിന്റെ ഉത്തരവാദിത്തം പ്രിന്റ് എടുക്കുക, കാർഡ് നമ്മുടെ കയ്യിൽ തരും, ബാക്കി ചെയ്യുന്ന ഞങ്ങൾ. കാർഡ് നിങ്ങളുടെ കയ്യിൽ തരും. അതിലൊന്നും മിസ് മാച്ച്. അപ്പൊ ഈ ആദ്യം പറഞ്ഞത് ഇതിനകത്ത് കാർഡില്ലാത്തതല്ലല്ലോ അതിന്റെ അകത്ത് വാസ്തവം? കാർഡില്ലാത്തല്ല, കാർഡ് കൊണ്ട് എൻവലപ്പ് കൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്, അതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. പൈസ കൊടുത്താലേ കാർഡ് ഇറക്കത്തുള്ളൂ, പൈസ കൊടുത്താൽ കാർഡ് നാളെ വരും. അങ്ങനെയാണ് അവിടെ. ഇപ്പോഴും കാർഡുണ്ട്, കാർഡില്ലാത്തതല്ല. ഞാൻ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുവായിരുന്നു. അപ്പൊ പബ്ലിക് വിളിക്കുമ്പോ പറയുന്നുണ്ടാ കാർഡില്ല. ലാസ്റ്റ് നമുക്ക് ശമ്പളം കിട്ടാനപ്പോ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് പൈസ കൊടുക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. പബ്ലിക്കിന് ആക്സസിബിൾ ഉണ്ടല്ലോ. എന്തെങ്കിലും കാർഡില്ല, നിങ്ങള് മന്ത്രിയുടെ അടുത്ത് പോയി പറയാ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്കും അല്ല. അപ്പൊ ഞാൻ ചെന്ന് ആദ്യത്തെ വാർത്ത വരുന്നത് കാശ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്കും കൊടുക്കാനുണ്ടായിരുന്നു. ഗവൺമെന്റ് അല്ലാതെ നമ്മുടെ കമ്പനി കൊടുക്കാൻ. നമ്മുടെ കമ്പനിയാണ് കൊടുക്കുന്നത്. ഇത് ശരിക്കും ITL ലിമിറ്റഡ് എന്നാണല്ലോ ഇതിനകത്ത് കാണിച്ചത്, ഇന്ത്യൻ ടെലിഫോൺ സർവീസ്. അവർക്കാണ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ഇവര് ഇതിന്റെ ഇടയ്ക്കൊരു സബ് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അവരാണ് ഇപ്പൊ ഈ പ്രോജക്ട് റൺ ചെയ്യുന്നത്. പക്ഷെ അവരുടെ പേര് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഈ വേറെ സ്ഥാപനം പേര് പറയുന്നത് സത്യം പറഞ്ഞാൽ എത്ര പ്രിസൈൻസ്, ലിമിറ്റഡ്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അവർക്കാണ് മെയിൻ കരാർ കൊടുത്തത്. ഇവരാണ് ഇതിന്റെ ഇടയ്ക്കൊരു കരാർ കൊടുത്തിട്ടുണ്ട്, ഈ ITIക്കാര്. ആർക്ക് കരാർ കൊടുത്തു? ആ കരാർ കൊടുത്ത കമ്പനി എന്ന് പറയുന്നത് പ്രിസൈൻസ് ആണോ ആണോ നമുക്കറിയില്ല. ഈ പ്രിസൈൻസ് ആരില്ലേ, ഇവരാണ് അടുത്ത കൊടുത്ത് ഈ ANDയുടെ സ്റ്റാഫുകളാണ് ഞാൻ. അതാണ് AND വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ പരാതി കൊടുക്കുമ്പോ ഒരു ID കാർഡിൽ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞത്. നിങ്ങളെന്താ എന്റെ പേര് നിങ്ങളുടെ ഓഫീസിലുള്ളവർക്ക് ഞങ്ങളല്ലെന്ന് പറയണം. അവര് പറയുന്നത് ഞങ്ങൾക്ക് പൈസ കിട്ടണം, ഞങ്ങൾ നിർത്തിന്നാ പറയുന്നത്. അവര് ഞങ്ങളെ പറ്റിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു നമ്മുടെ എംപ്ലോയർ ആരാണ്? ഇത്രയും പേരല്ല സർക്കാരിന് ഇത്രയും വലിയ RD ഡ്രൈവിംഗ് ലൈസൻസ് ഇതെല്ലാം കൂടി അടിച്ചിട്ട് നിങ്ങളുടെ സ്ഥാപനം അറിയാമോ? പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഈ സ്റ്റാഫുകളൊക്കെ വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ 38 സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവരൊക്കെ വന്നിരിക്കുന്നത് ഓരോരുത്തരുടെ കെയർ ഓഫ് ആണ്. ഡയറക്റ്റ് എടുക്കാൻ പറ്റൂലല്ലോ. കാര്യം ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കളി നടക്കുന്നുണ്ട്. വേറെ കമ്പനി, ഗവൺമെന്റിന് അറിയാത്തൊരു കമ്പനി ഉണ്ട്. അതുകൊണ്ട് അതാണ് ഈ പ്രിസൈൻസ് എന്ന് പറയുന്നത്. അതാണ് പ്രിസൈൻസ്. ഓ
പ്രിസൈൻസ് എന്റെ പണി എന്താണെന്നറിയാവോ? എന്റെ ആക്ച്വലി ഞങ്ങളുടെ PF ESI സാലറി ഒക്കെ പ്രിസൈൻസിന്ന് എന്റെ പോകും. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആകുന്നത്. പക്ഷെ എന്റെ അല്ല ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഞാൻ കയറി എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ ചേട്ടൻ MVD-ലെ LD ക്ലർക്കാണ്. പുള്ളി ഇവിടെ ചേട്ടൻ MVD LD ക്ലർക്കാ. പുള്ളി പറഞ്ഞാ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നീ വാ ജോലി മേടിച്ചു. അങ്ങനെ ഞാൻ കയറി. അങ്ങനെ ലിങ്ക്ഡൻ വഴി ഞാൻ അപ്ലൈ ചെയ്തു. ലിങ്ക്ഡനിലെ ജോബ് അതുവഴി അപ്ലൈ ചെയ്ത എന്നെ ഈ പ്രിസൈൻസ് എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് വിളിച്ചെന്നെ. ഞാൻ അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അപ്പോഴാണ് ഒരു ഗവൺമെന്റ് പ്രൊജക്ട് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജോലിക്ക് വന്നത്. എന്റെ കെയർ ഓഫിൽ വന്നാണ് ആള്. അതായത് അവിടെ ഒഫീഷ്യലി ഒരു ഇതിലല്ല, ഡയറക്റ്റ് GM വഴി വന്നാണ്. GM-ന് ഈ പ്രിസൈൻസിന് ആവശ്യമുള്ള കമ്പ്യൂട്ടർ സംഭവങ്ങളൊക്കെ നെറ്റ്കോം എന്ന് പറഞ്ഞ കമ്പനിയെ കൊടുക്കും. നെറ്റ്കോം കലൂരാണ് ഓഫീസ്. അവിടെ ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരാണ് എന്നെ കുറച്ച് ദിവസത്തേക്ക് സപ്പോർട്ടിന് വേണ്ടി വിട്ടത്. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ പെർമനന്റ് ആയി. അപ്പൊ നെറ്റ്കോം വഴിയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ എന്റെ കാക്കനാട് ജോലി ഹരികൃഷ്ണൻ. പുള്ളി നേരെ ജോലി കിട്ടിയത് പ്രിന്റിംഗ് സ്റ്റേഷനിലോട്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ അവര് ഫോട്ടോ കാണണം. ഈ നെറ്റ്കോമിന്റെ ബില്ലുകളൊക്കെ നോക്കുമ്പോഴേക്കുണ്ടല്ലോ, സാധാരണ സാധനങ്ങൾ നല്ല വില കൂടിയ ബില്ലുകളാണ് അവർക്ക് കൊടുക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഈ IT ലിമിറ്റഡിന്റെ ബില്ലുണ്ടല്ലോ കൊടുക്കുന്നത്. നല്ല രീതിയിലുള്ള നടക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ. കാരണം ആപ്പിളിന്റെ വലിയ മാക്കിന്റെ ജസ്റ്റ് ചുമ്മാ ഷോയ്ക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നു. അതിന് കൊടുക്കുന്ന 15,000 രൂപ വെറുതെ അതിന് വേണ്ടി മാത്രം കൊടുക്കും. മൊത്തം തട്ടിപ്പാണ് സത്യം പറഞ്ഞ. തട്ടിക്കൂട്ട് ഒരു 5,000-4,000 രൂപ ലാപ്ടോപ്പിനൊക്കെ ബില്ലിൽ കാണിക്കുന്നത് 15,000 രൂപ. പുള്ളിക്ക് നേരത്തെ ജോലി കിട്ടിയത് പ്രിന്റിംഗ് സ്റ്റേഷനിലോട്ട് ഇട്ട് RTO ഫസ്റ്റ് നേരെ ഇട്ട് പുള്ളിനെ. അങ്ങനെ പുള്ളി കയറി. അപ്പൊ ഇവിടെ ഇങ്ങനെ ആളെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു അല്ലാണ്ട് എല്ലാരും ഇങ്ങനെ കണക്ട് ചെയ്താ വന്നിരിക്കുന്നത്. അവര് ഒഫീഷ്യലി ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയതല്ല. കാര്യം അവർക്ക് നടത്താൻ പറ്റില്ല. കാര്യം ഇങ്ങനെ ഒരു ഇടക്കൊരു കളി നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ന്യൂസ് വന്നായിരുന്നു. ഇതിങ്ങനെ ഉപകാരം കൊടുത്ത് എന്താ ഒപ്പിട്ടത് DA പോസ്റ്റിൽ അങ്ങനെയുള്ളതൊക്കെ കേട്ടില്ല. സ്റ്റേ ഇരുന്ന കമ്പനിയാന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നത്. ഓൾറെഡി സ്റ്റേയിലിരുന്ന കമ്പനിയായിരുന്നു. അവർക്ക് വീണ്ടും പ്രൊജക്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ. ആ ഒരു 8 കോടിയുടെ പ്രശ്നം വന്നില്ലേ കഴിഞ്ഞ മാർച്ചിലല്ല, അതിന് മുന്നത്തെ മാർച്ച്. കഴിഞ്ഞ മാർച്ചല്ല, 2024 ജനുവരിയിലല്ല, ജനുവരിയിൽ. അപ്പൊ നിങ്ങക്ക് ഒരു 7 കോടി കിട്ടാനുണ്ട്. കിട്ടിയത് എന്നെ ജയിലിലിട്ട് വൈറലാക്കിയിട്ടാണ് എന്നെ ജയിലിൽ അടപ്പിച്ചിട്ടാണ് ആ ശമ്പളം നിങ്ങൾക്ക് ആ കാശ് മേടിച്ചത്. അതുകൊണ്ടാണ് അതിന്റെ പിറ്റേ ദിവസം ഇറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചത് ഇനി അടുത്ത ശമ്പളം തരാനായിട്ട് പിന്നെയും പെൻഡിങ് പോകും. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി അടുത്ത ശമ്പളം, ഇനി അടുത്ത കാശ് കിട്ടാനായിട്ട് ഇനി മന്ത്രിനെ കുരുതി കൊടുക്കുമെന്ന് ചോദിച്ചു. ഇതിപ്പോ അടുത്ത സെക്കൻഡ് കാശ് കിട്ടാനുള്ള ഇതായത്. 20 കോടിയൊക്കെ ഇപ്പൊ കൊടുക്കുക ഗവൺമെന്റ്. 20 കോടി ഇനിയിപ്പോ എത്രയുണ്ട്? 20 കോടി 20 കോടി കൂട്ടി പോവാൻ വേണ്ടി. പക്ഷെ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ ഇടനിലക്കാരുടെ കമ്പനിയുടെ HR, ഞങ്ങളുടെ HR അവിടെ ഉണ്ട്. പ്രിന്റിംഗ് നടക്കുന്നില്ല. നടക്കത്തില്ല. ഡിജിറ്റലൈസ് ആക്കി കഴിഞ്ഞപ്പോ ഒരു പ്രശ്നം വന്നെന്ന് പറയാം. അലൈൻമെന്റ് ഒക്കെ തെറ്റി. പണ്ടെന്ന് പറഞ്ഞ ഒരു പേജിൽ തന്നെ തൊട്ടടുത്തായിട്ടാണ് ഫസ്റ്റ് പേജും ബാക്ക് വശം വരുന്നത്. ഇപ്പോ ഡിജിറ്റലൈസ് ആക്കിയപ്പോ അലൈൻമെന്റ് തെറ്റി. ഫസ്റ്റ് പേജിൽ ഫ്രണ്ട് ഭാഗം ഫസ്റ്റ് പേജിലും സെക്കൻഡ് പുറകുവശം രണ്ടാമത്തെ പേജ്. അപ്പൊ പ്രിന്റ് എടുക്കുമ്പോ പറ്റണില്ല. അതുകൊണ്ട് ഈ മാർച്ച് തൊട്ട് പറ്റുന്നില്ല. അവർക്കിപ്പോ CM-ന്റെ ഓഫീസിൽ വിളിച്ചില്ലേ, CM-ന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു. അപ്പൊ തന്നെ ഓട്ടോറിക്ഷ വരെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വേണ്ടപ്പെട്ട ആളല്ലേ. CM-ന്റെ ഓഫീസിൽ നിന്ന് CM-ന്റെ PA വിളിച്ചപ്പോ CM-ന്റെ മാത്രമല്ല പല പല ആൾക്കാർ ഉന്നത ഇതിലുള്ള ആൾക്കാരൊക്കെ വരുമ്പോ എടുത്തു കൊടുത്തു. ഡിജിറ്റലൈസ് ആക്കി കഴിഞ്ഞ ഒരു മനുഷ്യനും എടുത്തു കൊടുത്തിട്ടില്ല. കാര്യം എടുക്കാൻ പറ്റത്തില്ല. പഴയത് കിടക്കുന്നതോ? പഴയത് കിടക്കുന്ന എന്താന്ന് പഴയത് 10 ലക്ഷം പെൻഡിംഗ് ഉണ്ടോ? ഇപ്പൊ പെൻഡിംഗ് കുറഞ്ഞ് 10 ലക്ഷം പെൻഡിംഗ് ഉണ്ടായിരുന്നു ഡിജിറ്റലൈസ് ആക്കുന്ന മുന്നേ. എന്റെ ഒന്നും കിട്ടിയിട്ടില്ലോ. അതൊക്കെ ഡിജിറ്റലൈസ് ആക്കി, അതൊക്കെ ആക്കി ഇതിലോട്ടാക്കി. അപ്പൊ ഇപ്പൊ പ്രിന്റ് എടുക്കാൻ നേരമില്ലേ, അതിന് മൊബൈൽ നമ്പർ വേണ്ടേ? ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ വേണ്ടേ? ആ മൊബൈൽ എന്റെ കയ്യിലില്ല. അതാണ് അവരൊരു ന്യൂസ് ഇറക്കിയത് MVD-ക്കാര്. ഇത്ര മാർച്ച് 1 മുതൽ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് ഇതിന് വേണ്ടിട്ടാണ്. അല്ല, മൊബൈൽ എന്റെ കയ്യിലുണ്ട്. ആ മൊബൈൽ തുറക്കാൻ പറ്റൂല.
അത് ചെയ്യാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ ശത്രുക്കളൊക്കെ എന്നെ ചീത്ത വിളിക്കുവായിരുന്നു ഫോണിൽ വിളിച്ചിട്ട്. അപ്പൊ എനിക്ക് ഫോൺ തുറക്കാൻ പറ്റൂല. അപ്പൊ അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് ഡിജിറ്റലി ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പ്രിന്റഡ് ആയിട്ട് മാറും. അപ്പൊ 10 ലക്ഷത്തിൽ പെൻഡിങ് കുറഞ്ഞു. അങ്ങനെ അപ്പൊ നമ്മൾ പ്രിന്റഡ് ബൈ യൂസർ എന്ന് പറഞ്ഞ നമ്മുടെ മൊബൈൽ നമ്പർ കാണിക്കാം, ലാസ്റ്റത്തെ 4 അക്കം കാണിക്കാം, 2 അക്കം കാണിക്കാം. അപ്പൊ ആക്ച്വലി പെൻഡിങ് കുറഞ്ഞ 10 ലക്ഷം ഇല്ല, പക്ഷെ കാശ് മേടിച്ചിട്ടുണ്ട് ഇപ്പോഴും. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിൽ പോയി, എനിക്ക് RC വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ത് കാണിക്കും? ഡിജിറ്റൽ അവര് പറയുന്നത് ഇന്ത്യ മുഴുവൻ വാലിഡ് ആണ്, അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇന്ത്യ മുഴുവൻ വാലിഡ് ആണെന്ന്. നമ്മുടെ ഡിജിറ്റൽ പ്രിന്റിംഗ് തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ RC ഇപ്പോഴും പ്രിന്റിംഗ് കൊടുക്കണ്ടല്ലോ. പരിചയമുള്ള തന്നെ പറഞ്ഞു, അവിടെ കൊണ്ട് കാര്യമില്ല, പരിചയമുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു. നിങ്ങളോടും പറഞ്ഞു പ്രശ്നം ഉണ്ടാവും. അവർക്കും അറിയാം. ഇത് എന്താ സംഭവം എന്നറിയാം. ഇനിയിപ്പോ ഈ കമ്പനിയെ കളഞ്ഞിട്ട് വേറെ കമ്പനിക്ക് കൊടുക്കാനാണെന്ന് പറയാൻ പാടില്ല. ഇത് 10 വർഷത്തെങ്ങാണ്ടും കോൺട്രാക്ട്, 5 വർഷത്തേക്കായി കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന. ഇപ്പൊ ബില്ല് പാസ്സാക്കാണ്ടിട്ട് കഴിയുമ്പോ കമ്പനി തന്നെ ഇട്ടിട്ട് പോകുമല്ലോ. ബില്ലിന്റെ കാര്യം അത് പറഞ്ഞിട്ട്, ബില്ല് നമ്മുടെ ബില്ല് എങ്ങനെയാണെന്നറിയാം, കറക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങക്ക് എംപ്ലോയിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റില്ല, ഫയലിന്റെ മൂവ്മെന്റ്. അപ്പൊ നമ്മൾ ആദ്യം ഫിനാൻസിൽ പോവും, പിന്നെ അവിടെ നിന്ന് ഗണേഷ് കുമാറിന്റെ ടേബിളിൽ പോവും, പിന്നെ CMന്റെ ടേബിളിൽ പോവും, CMന്റെ ടേബിളിൽ നിന്ന് വേറെ PAയുടെ അടുത്തേക്ക് പോവും, പിന്നെ അവിടെ നിന്ന് ഫിനാൻസ് സെക്രട്ടറിയുടെ അടുത്തേക്ക് പോവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെക്ഷനിലെ ഒരാളുടെ അടുത്ത് തന്നെ ഈ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ഈ ബില്ലിന്റെ കാര്യം ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, അവരാണ് നോക്കണ്ട ഈ ബില്ല് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവര് തന്നില്ല, ഇപ്പൊ ഞങ്ങൾക്കാണ് ആവശ്യം ഈ ബില്ല് പാസ്സാകണം. അങ്ങനെയെങ്കിലും കിട്ടി. ഇപ്പൊ നിങ്ങളാണ്, അതായത് ഇവിടെ നിന്ന് ആദ്യം നിങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് ബില്ല് സബ്മിറ്റ് ചെയ്യും DTC ഓഫീസിലേക്ക്. അവിടെ നിന്ന് വെച്ച് TC ഓഫീസിൽ നിന്നാണ് എല്ലാം പോണതല്ല, TC ഓഫീസിൽ നിന്ന്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നല്ല, ഞങ്ങളുടെ സ്ഥാപനം ഇടനിലക്കാരല്ല, ഇവർക്ക് ഡയറക്റ്റ് പോയി സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. മെയിൻ IT-ക്കാര് അവര് സബ്മിറ്റ് ചെയ്യും. അവര് സബ്മിറ്റ് ചെയ്യുമ്പോൾ TC ഓഫീസിൽ പോകും. എന്നിട്ട് അവിടെ നിന്നാണ് ഇത് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പാസ്സായി ഒരാളുടെ ടേബിൾ 5 ദിവസത്തിൽ കൂടുതൽ ഇരിക്കാൻ പാടില്ല ഗണേഷ് കുമാർ തന്നെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ഓരോ ദിവസം ഒരാളുടെ മീറ്റിംഗ് ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് അവിടെ അത് പരിഗണിച്ചാൽ എല്ലാം ശരിയാവും. അല്ലെങ്കിൽ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്, അതിനകത്ത് ഞങ്ങളുടെ ഫയലിൽ CMന്റെ ടേബിളിലുണ്ട്. ഇതുവരെ ഒന്നും ഇതിപ്പോ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം ഇപ്പൊ ഈ ബില്ല്. പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഈ കഴിഞ്ഞ വർഷം ഈ സ്ഥാപനത്തിന് പെർമിറ്റ് അനുമതി കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞൊരു ഉത്തരവ് വന്നിരുന്ന കമ്പനിയാണ്, എന്തിന് ഇതിന് കൊടുത്തു എന്നുള്ള ന്യൂസ് വന്നായിരുന്നു. അതല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്ഥാപനത്തിന് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് വന്നായിരുന്നു. ഇതായത് ഇങ്ങനെ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന് കൊടുത്തതാണ്. അത് കൂടാണ്ട് ഇവര് ഉപകരാറ് കൊടുത്തു, ആ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഇന്ന പൊസിഷനിലുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞ ന്യൂസ് വന്നായിരുന്നു. അതിന്റെ പുറത്തല്ലേ ഗണേഷ് കുമാർ ടേബിളുമൊക്കെ അടിച്ച് അങ്ങോട്ടും കൂടെ കടിയുണ്ടായതൊക്കെ. എന്നോട് MVD ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നീ പോയിട്ട് ലൈസൻസ് ചോദിച്ചു, അതിന്റെ പുറത്ത് മന്ത്രി ചീത്ത വിളിച്ച്, അതിന്റെ പുറത്ത് ഗതാഗത വകുപ്പ് കമ്മീഷണർ പോയിട്ട് ഗണേശന്റെ മേശയും അടിച്ചിട്ട് ഉടക്കി. അയാൾ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും കൂടെ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി. ഇത് ശ്രീജിത്തിനും ബാക്കി എല്ലാവർക്കും കൂടി ഉള്ള ഒരു തൊട്ടുകളിയായിരുന്നു ഇത്. എല്ലാവരും മാറി. ഈ പ്രൊജക്റ്റിൽ ഉണ്ടായ എല്ലാവരും പോയി. ഈ പ്രൊജക്ട് കൊണ്ടുവന്ന വിനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അടക്കം എല്ലാവരും പോയി. തിരുവനന്തപുരത്തുള്ള MBA ആണ്, പുള്ളിയാണ് ഇത് എല്ലാം ഓർഗനൈസ് ചെയ്തത്. അതായത് ഇതിന്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞ ഐഡിയ സാറിന്റെയാണ്. വിനീഷ് MBA ആണ്. വിനീഷ് പുള്ളിയാണ് ഇതിന്റെ പുറകെ നടന്നത്. അതായിരുന്നു ഹെഡ് ഇൻചാർജ് ആ ഡിപ്പാർട്ട്മെന്റ് പ്രിന്റിംഗ് സെക്ഷന്റെ. പുള്ളി തിരുവനന്തപുരത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ സ്മിത എന്ന് പറയുന്ന ആള് വന്നത്. അയാൾ തിരുവനന്തപുരത്തോട്ടായപ്പോ സ്മിത നിലവിലും സ്മിതയാണ്. ഇപ്പൊ പുള്ളിക്കാരനെ മാറ്റിച്ച് കാര്യം ഇവിടെ പണിയൊന്നുമില്ല. പിന്നെ ഈ 12 സർക്കാർ അല്ല MBA അതല്ല. അപ്പൊ മറ്റേ റേഡിയോ നേരത്തെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇത്ര MVD സ്റ്റാഫ് വേണം. MVD സ്റ്റാഫ് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാൻ പറ്റും. അവരുടെ ഐഡിയും യൂസർ ഐഡിയും വെച്ചാണ് പ്രിന്റ് എടുക്കുന്നത്. അങ്ങനെ ഓരോ ഓഫീസുകളിൽ നിന്നും കൊണ്ടുവന്ന് അങ്ങനെ 12 സ്റ്റാഫിനും കൊണ്ടുവന്നു. ആ 12 സ്റ്റാഫിനും 13 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഫ്രണ്ട് ഓഫീസിൽ എടുത്ത് ബാക്കി 12 പേരും 12 കൗണ്ടർ കൊടുത്ത്
അകത്ത് പ്രിന്റിംഗ് സ്റ്റേഷനിൽ എടുത്ത് ഒരു MBM ഉണ്ടാവും ഇതിനെ അതാണ് സ്മിത. അതാണ് സ്മിത മാം. മറ്റേ പുള്ളി വിനീഷാണ്. വിനീഷിനെ അങ്ങോട്ട് വിനീഷ് മുൻ ഇൻചാർജ് ഉള്ള ആള്. പുള്ളിയാണ് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് സ്മിതൊക്കെ RC പ്രിന്റ് തുടങ്ങിയപ്പോ സ്മിത മാം ഇങ്ങനെ ആ സാറ് വന്നപ്പോ RCയുടെ പ്രിന്റിംഗും എല്ലാം കാര്യം ശരിയാക്കി വെച്ചിട്ട് സാറ് പോയത്. അപ്പൊ ആ സമയത്തും മുഖ്യമന്ത്രിയുടെ CM-ന്റെ ഓഫീസിൽ അടക്കമുള്ളവർക്ക് ലെറ്റർ നിങ്ങൾ കൊടുത്തിട്ട് അല്ല പ്രിന്റിംഗ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നലെ വണ്ടി രജിസ്റ്റർ ചെയ്തവനില്ലേ നാളെ RC കിട്ടി. അത്രയും പെൻഡിങ് ഉള്ളത് എത്ര ഞങ്ങൾ ഓഫീസ് അടയ്ക്കാൻ പോകുന്നു. 5 മണിക്ക് അടയ്ക്കും ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്. ഒരു 3:45 4 മണിയായപ്പോ വിളിച്ചേക്ക ഞാൻ CM-ന്റെ PA ആണ്. ഞാൻ എടുത്ത കോൾ അറ്റൻഡ് ചെയ്തത്. കാരണം ഞങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ ഞങ്ങൾക്ക് റൊട്ടേഷൻ ഉണ്ട്. അപ്പൊ വിളിച്ചപ്പോ ഞാൻ വേഗം മാഡത്തിന് ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ ഫ്രണ്ട് ഓഫീസിലെ മേഡം ഫ്രണ്ട് ഓഫീസിലെ കാര്യം അപ്പൊ ആ മാഡത്തിന് കൊടുത്തു. കാരണം അവരാണ് സംസാരിക്കണ്ടത്. ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് CM-ന്റെ ഓഫീസിൽ നിന്നൊന്നും ഒരു ഇതില്ല. അപ്പോൾ തന്നെ നമ്മുടെ DTC ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞു CM-ന്റെ ഓഫീസിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഒന്നുമില്ല, അത് ഫേക്ക് ആണോ ഒന്നും നോക്കില്ല. അപ്പൊ തന്നെ അവര് വിളിച്ച് എടുത്തു കൊടുത്തു. ഈ ഒഫീഷ്യൽ ടൈം പിന്നെ വീട്ടിലല്ല അവിടെ ഓഫീസിൽ അതായത് ഒരു ന്യൂസ് ഒന്നുമില്ല, മറ്റേ ഒരു ദൂതൻ ഇങ്ങനെ RC ആയിട്ട് വരുന്നു ഞങ്ങളാണ് കമ്പനി ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ കാശ്. ഭയങ്കര തട്ടിപ്പ്. അതായത് അത് വന്നിട്ടില്ല, ഇടക്കക്കാട് കിട്ടി. അതായത് ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷ, അയാൾക്ക് ഇന്ന് ചിലപ്പോ പെർമിറ്റ് അല്ലെ ടെസ്റ്റിന് കയറ്റാണ്, അവന് കിട്ടിയിട്ടില്ല. ഇന്ന് BMW മേടിച്ച്, ഇന്ന് രാവിലെ ഞാൻ മേടിച്ചു, വൈകുന്നേരം RC കിട്ടി കാണും അതിന്റെ അടുത്തായിട്ട്. 3 ദിവസം പിടിക്കുമല്ലോ. പ്രിന്റിങ് അത്രയും ഭയങ്കര അഴിമതിയാണ്. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ മാത്രമുള്ളൂ നിങ്ങൾക്ക് എന്റെ പേരിൽ പരാതി കൊടുക്കാൻ ഇൻട്രസ്റ്റ്. ഞാൻ കൊടുത്തില്ലല്ലോ, നിങ്ങൾ കൊടുക്കുന്നല്ലോ ഞാൻ പറഞ്ഞു. നിങ്ങൾ അതിനകത്തിട്ട് പൂട്ടിയിട്ടിട്ട് അവര് ഞങ്ങൾ കൊടുത്ത് നല്ല കാര്യം. ആരും ഇങ്ങനെ വന്നില്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് സാലറി കിട്ടില്ല. ആ വന്നതിലാണ് ഫസ്റ്റ് നിങ്ങൾക്ക് സാലറി കിട്ടിയത്. അന്ന് എത്ര മാസം പെൻഡിങ് ഉണ്ടായി? അന്ന് 3 മാസം. ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഫസ്റ്റ് വീക്ക് കിട്ടി തുടങ്ങി. പിന്നെ മാർച്ചിൽ കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നങ്ങൾ ഇത്ര 7 മാസം. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ തവണ ഞാൻ വരുമെന്ന്. നിങ്ങൾ പ്രതീക്ഷിച്ചു. മാത്രമല്ല ഞാൻ വീണ്ടും വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഹെഡ് ക്ലർക്ക് എന്നോട് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ റെഡിയായി എന്നോട് പറഞ്ഞു. അപ്പൊ അതെ, ഇനി അടുത്ത രക്തസാക്ഷിയാക്കി അയാളുടെ പേര് കേസ് കൊടുക്കാനല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു അന്ന് എറണാകുളം ആറ്റ വിളിച്ച് പറഞ്ഞിട്ടാണ് മറ്റേ ബോസ്കൊക്കെ എന്തെങ്കിലും കേസ് കൊടുത്തതെന്ന് ഞാൻ എന്നോട്. അപ്പൊ അവിടെ ഇങ്ങനെ ഇതാണ് തട്ടിക്കൂട്ടാണ്. കഴിയട്ടെ എന്നിട്ട് വേണം ഇവരുടെയൊക്കെ സാമ്പത്തിക സോഴ്സ് അന്വേഷിക്കാനായിട്ട്. ഇത് വല്ല ബ്ലാക്ക് മണി വൈറ്റ് ആക്കണം ഇതായിരിക്കും ഈ ബിസിനസ്. ഇത്രയും കാർഡും മേടിച്ച്, കാർഡില്ലാഞ്ഞിട്ടൊന്നും അല്ല, പൈസ പൈസ ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ എംപ്ലോയർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ പൈസ ഉണ്ട്. അവര് 20 ലക്ഷം ചെയ്യാമോ? 20 ലക്ഷത്തിന്റെ ഹൈ റൈഡർ, 1.5 ലക്ഷം രൂപ ഐഫോൺ, GM ഓണറല്ല, ഓണറിന്റെ എന്നിട്ട് അവര് ഞങ്ങൾക്ക് അല്ല അത് അവരുടെ പേഴ്സണൽ കാര്യം, നമ്മൾ പറഞ്ഞ കാര്യം അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്കും ഇതുപോലെ തന്നെ ഞങ്ങൾക്കും പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങളില്ലേ. അയാൾക്ക് RC കിട്ടിയ ഞാനെടുത്തെടുത്ത് ഇവന്റെ ഇവരുടെ കൗണ്ടറിലെ നമ്പർ എത്രയെന്ന് അറിയോ? K07 അത് ഓർമ്മയില്ല. ഇവരെ എടുത്തു എറണാകുളം രജിസ്ട്രേഷൻ. വണ്ടി നമ്പർ ഓർമ്മയില്ല. അയാളുടെ പേരെന്താ? അയാളുടെ പേര് തന്നെയാണോ വണ്ടി? ഞാൻ ലീവായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ നീ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഒന്നും നോക്കില്ല, വണ്ടിയുടെ പേര് തന്നെ നോക്കിയാ. ഏതാ പേര് പറഞ്ഞ? വണ്ടിയുടെ പേരാ അല്ല, മറ്റേ പുള്ളിയുടെ പേര് ഉണ്ണികൃഷ്ണൻ. K07 ആണ് എന്തായാലും. അതാണ് രജിസ്ട്രേഷൻ. ഇന്നോവ ഹൈ റൈഡർ. ഉണ്ണികൃഷ്ണൻ വണ്ടി ഇന്നോവ ഹൈ റൈഡർ ബ്ലാക്ക്. ഇന്നോവ ഹൈ റൈഡർ. എത്ര ദിവസം കൊണ്ട് കിട്ടിയായിരുന്നു അതിന്റെ? പിന്നെ അപ്പൊ തന്നെ അടിച്ച് കയ്യിലെടുത്ത് കൊടുക്കുമല്ലോ. നെറ്റ്വർക്ക് എനിക്ക് ഇഷ്ടമുള്ള എടുക്കില്ലേ. ഉണ്ണികൃഷ്ണൻ ഇന്നോവ ഹൈ റൈഡർ K07 അത് മാത്രം അറിയാൻ പാടില്ല. വണ്ടി നമ്പർ അറിഞ്ഞോളാം. അയാളുടെ അഡ്രസ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ അടിക്കുമ്പോ കുറെ പേരുണ്ടാവും. ഞങ്ങൾക്ക് ഒരു ദിവസമൊക്കെ ചിലപ്പോ 1000 എന്നാ പ്രിന്റ് എന്നറിയോ? നമ്മുടെ ഫെബ്രുവരിയാണ്. ഫെബ്രുവരിയില് ഫെബ്രുവരിയില് നമ്മുടെ പ്രിന്റ് ജനുവരിയാണ് സാർ. ജനുവരിയാണ്. കാരണം നമ്മൾ ആ സമയത്ത് കുറച്ച് വെച്ച് പിഞ്ചെടുക്കുന്ന സമയം ഡിസംബറിലാണ്. അപ്പൊ കാരണം ഫെബ്രുവരി നമ്മൾ കുറച്ച് പേര് വെച്ചല്ലേ വന്നത്. അതല്ല
ജനുവരിയിലും ലീവ് കുറവുണ്ടോ? എന്തൊരു ആൾക്കാര് പൈസ ആവശ്യത്തിനായിട്ട് വണ്ടി പോണേ. അതായത് ചിലവര് വരും വന്ന് ക്യാൻസർ ആണ്, ഈ വണ്ടി വിറ്റിട്ട് വേണം ചികിത്സിക്കാൻ. അങ്ങനെയുള്ളവന്റെ ഒന്നും കൊടുത്തിട്ടില്ല, അവനെയൊക്കെ നടത്തി. നിങ്ങൾ ആർടി ഓഫീസിൽ പോവാ. അപ്പൊ ഒരു കോള് വന്ന് വിചാരിച്ചു, അതെ ഞാൻ ഇന്ന ആളാട്ടാ, എനിക്ക് കാശ് ഓട്ടിപ്പിന്റെ അടുത്ത് കൊടുക്കും. അത്രയും വലിയ ഡിസംബറാണ് സാർ. ഡിസംബർ, ജനുവരി അല്ല, ഡിസംബറിലാണ്. 24 ഡിസംബറിലാണ്. 2024 ഡിസംബർ. കാരണം ജനുവരി ആയപ്പോ തന്നെ ആ സമയത്തൊക്കെ കുറച്ച് പ്രിന്റ് എടുക്കുന്നുണ്ടായുള്ളൂ. കുറച്ചിങ്ങനെ പ്രയോറിറ്റിയിൽ വരുന്നത്. ഇയാള് പ്രയോറിറ്റിയിലുള്ള ആളാണല്ലോ. അങ്ങനെ പ്രയോറിറ്റിക്കാർക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ പ്രിന്റിങ് പെൻഡിങ് ആയി കിടക്കല്ലേ. ഉണ്ണികൃഷ്ണൻ വണ്ടി എടുക്കുന്നത് ആദ്യത്തെ ബില്ല് പാസ്സായി കഴിഞ്ഞാണ്. ബില്ല് പാസ്സായപ്പോ അപ്പോഴത്തേക്കും വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 3 മാസം ഓടി, പിന്നെ അത് കഴിഞ്ഞ് പ്രിന്റിങ് നിർത്തി, ബാക്കി കിട്ടാണ്ടെന്ന് പറഞ്ഞു. ആ ഗ്യാപ്പിലാണ് ഈ ഉണ്ണികൃഷ്ണൻ വണ്ടി എടുത്തത്. അപ്പൊ അയാളുടെ RC പെൻഡിങ് കിടക്കുക. സംഭവം ജനുവരി ആയപ്പോ പുള്ളി RC എടുപ്പിച്ച് കൂട്ടുവന്നായല്ല. അപ്പൊ എന്താ ഇരിക്കുമ്പോ ഇരിക്കട്ടെ, ഫിസിക്കൽ കാർഡ് ഇരിക്കട്ടെ, എങ്ങാനും വിൽക്കേണ്ടി വന്നാലും പുള്ളി എടുപ്പിച്ചു. ഇപ്പൊ പുള്ളി പ്രയോറിറ്റി ലിസ്റ്റ് ആയില്ലേ. അതിന് മുന്നേ ഉള്ളവര് ഇതിന്റെ ചിലപ്പോ ഈ കൂട്ടത്തില് ഈ വണ്ടി എടുത്ത കൂട്ടത്തിൽ ചിലപ്പോ ഒരു പാവപ്പെട്ട ഞാൻ പറയാം, ലാസ്റ്റ് പ്രിന്റ് ഓഗസ്റ്റ് 20 വരെയുള്ള പ്രിന്റ് എടുത്തിട്ടുള്ളൂ. സെപ്റ്റംബർ 20 വരെ. സെപ്റ്റംബർ 20 വരെയുള്ള പ്രിന്റ് ആണ് കറക്റ്റ് എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കറക്റ്റ് ഓർഡറിൽ 20 തൊട്ട് പെൻഡിങ് ആണ്. സെപ്റ്റംബർ 20 തൊട്ട് 2024 സെപ്റ്റംബർ 20 തൊട്ട് പെൻഡിങ് ആണ്. അന്നും തൊട്ട് രജിസ്റ്റർ ചെയ്തേക്കണം. നമ്മുടെ എന്തെങ്കിലും രേഖകളുണ്ട്, ക്യാമറ അല്ല, നമ്മൾ ഏതൊരു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെപ്റ്റംബർ 20 വരെയുള്ള പ്രിന്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം പ്രിന്റ് ഒന്നും എടുത്തിട്ടില്ല, പെൻഡിങ് ആണ് അല്ലെ. അങ്ങനെ നമ്മളിപ്പം പറയണല്ലോ. സെപ്റ്റംബർ 20 തൊട്ട് അതിനുശേഷം ഇങ്ങോട്ട് ആർത്തിയില്ല. അന്ന് രജിസ്റ്റർ ചെയ്തവരെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. സെപ്റ്റംബർ 20 തൊട്ടുള്ള RC ഒക്കെ പെൻഡിങ് ആണ്. അപ്പൊ ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ ഒരു 2 മാസം മുമ്പ് 1 മാസം മുമ്പൊക്കെ പ്രിന്റ് ചെയ്യണ്ടായല്ലോ. മെയിൻ ആൾക്കാർക്ക് മാത്രം, അതായത് ഉന്നത ഇതിൽ നിൽക്കുന്ന ആൾക്കാർ വിളിച്ചു പറഞ്ഞാൽ അപ്പൊ പ്രിന്റ് എടുത്തു. പാവപ്പെട്ടവന് കൊടുക്കൂല, ചിലപ്പോ ആ വണ്ടി വീട്ടിൽ ചികിത്സിക്കാനുള്ളവനായിരിക്കും, അവന് കൊടുക്കൂല. BMW ഓണറിന് മേടിച്ച് RC പ്രിന്റ് എടുത്തു. നമ്മളോട് ഇങ്ങനെ വിളിച്ചിട്ട് പറയും, നമ്മൾ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്നല്ലേ, വിളിച്ചിട്ട് പറയും എന്റെ മോളുടെ കല്യാണം, എനിക്ക് ഇത് വിറ്റാലേ പൈസയുള്ളൂ. അപ്പൊ നമുക്കൊന്നും, ഞങ്ങള് പ്രൈവറ്റ് സ്റ്റാഫ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ അവര് വിചാരിക്കുന്നത് ഞങ്ങൾ ഡയറക്റ്റ് ഗവൺമെന്റ് ആണ്. RT ഓഫീസിൽ പോയി റിക്വസ്റ്റ് കൊടുക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ DTC ഓഫീസിൽ അവിടെ പോകും. അവിടെ ചെന്ന് പറയും വന്നെ എവിടെ നിന്നായിരിക്കും അറിയാമോ? പാലക്കാട്, പാലക്കാട് പാലക്കാട് പോലീസുകാരൻ SI ആദ്യം വന്നു. മോസ്കോ എനിക്ക് ലൈസൻസ് RC ബുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു നിയമം അറിയാവുന്ന സാറല്ലേ, ഈ വണ്ടി തട്ടിയെന്ത് ചെയ്യും? അങ്ങനൊരു പ്രശ്നമുണ്ടല്ലേ. ഇങ്ങനെയാണ് ഇതിന്റെ ഇഷ്യൂ. ഇതെന്തായാലും ഞാൻ ഈ ഉണ്ണികൃഷ്ണന് ലൈസൻസും ഒക്കെ കൂടി ഞാൻ ശരിയാക്കി തരാം. ഞാനേ ഇവർക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ, ഞാൻ ഇവർക്ക് ബാക്കിയുള്ള പണി ഞാൻ കൊടുക്കും. ഫോട്ടോ വേണം, എനിക്കൊന്ന് അയച്ചത് അയച്ചു കൊടുത്തേക്ക്. കാറിന്റെ നമ്പർ വല്ലതും ഉണ്ടോ? അതും കൂടി എടുക്കാറില്ല. നിൽക്കാം ഫോട്ടോ എടുക്കാൻ ആ വണ്ടി നമ്പറും കൂടി എടുക്കാറില്ലേ? നമ്മുടെ ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലോ, വണ്ടിയാ അല്ല ആളുടെ ഫോട്ടോ. ആളുടെ ഫോട്ടോ പ്രീതിയാണ് എന്റെ പേരിൽ പരാതി കൊടുത്തു. മറക്കൂല. ആലപ്പുഴയിലുള്ള ആള്, ചേർത്തല. ഞാൻ അവരോട് ഒരു അക്ഷരം ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? പുള്ളിക്കാരിയല്ല കൊടുത്ത്, പുള്ളിക്കാരുടെ സ്വയമേ ഇതിലല്ല കൊടുത്തത്. അതിന് പുള്ളിക്കാരിക്ക് ചേർത്തല വരെ പോകാനല്ലേ, ഇതിന്റെ പറയാൻ നിൽക്കാന്നില്ല. അന്ന് പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആയിരുന്നു. ഈ കഴിഞ്ഞ ബർത്ത്ഡേയിലാണ് ഇത് എന്നോട് പറഞ്ഞത്. അതായത് ഈ കഴിഞ്ഞ അന്ന് ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ബർത്ത്ഡേയില് എന്നോട് പറഞ്ഞു, എന്റെ ബർത്ത്ഡേ ആയിരുന്നു, എന്റെ അതേ നീ ഇന്ന് മര്യാദക്കൊക്കെ ഇരുന്നു, ഇന്ന് ആരിലും ഒക്കെ വരും. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ വർഷം ഞാൻ ബർത്ത്ഡേ ഒക്കെ വീട്ടിൽ പോയത് രാത്രിയാണ്, അന്നാണല്ലോ വന്നത്. അപ്പൊ ഈ ബർത്ത്ഡേയുടെ അന്നാ എന്നോട് ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വേണ്ട എന്തെങ്കിലും ആയിട്ട് ഞാൻ പബ്ലിക്കിന് കിട്ടണ കിട്ടട്ട്. അപ്പോഴാണ് എന്നോട് എറണാകുളം RT വിളിച്ച് പറഞ്ഞത് നീ പരാതി കൊടുക്ക. അത് ഈ കഴിഞ്ഞ ആ ബർത്ത്ഡേ, ഈ കഴിഞ്ഞ ബർത്ത്ഡേ എന്നാ പറഞ്ഞത്. ആ ബർത്ത്ഡേ മുന്നേ ആയിരുന്നു അന്ന് വന്ന് പരാതി സീനായത്. ഓക്കെ, അനന്തകൃഷ്ണന് ഭാഗ്യമുണ്ടെങ്കിൽ ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ ഈച്ചേനെ ഓടിച്ച് വീട്ടിലിരിക്കും. മിക്കവാറും ഈച്ചേനെ ഓടിച്ച് വീട്ടിലിരിക്കാനാണ് ഭാഗ്യം. ഇത് നേരത്തെ പറയണ്ടായിരുന്ന
ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടിലിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ണ ഇവരെയൊക്കെ ഒന്ന് കണ്ണ ഇരുത്തണ്ട. നിരത്തി പിടിച്ച് പിരിക്കും കേട്ടോ. ഈ CM-ന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചാരായിരുന്നു? അതാ പേര് നമ്മളോട് പറഞ്ഞില്ല, സിഎമ്മിന്റെ പി എ ആണെന്ന് പറഞ്ഞു. നമ്മളോട് ചോദിക്കും പേര്, നമ്മളും പറയാറില്ല, നമ്മൾ പറയാൻ പറയാൻ പാടില്ലെന്നാണ് പാടില്ല. പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവർ പേര് പറയാൻ പാടില്ല.